ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 21-ാം ദിവസം ജോസഫിൻ്റെ കാരാഗ്രഹവാസം. ഇന്നേ ദിവസം നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 39-40 അധ്യായങ്ങളും, ജോബിൻ്റെ പുസ്തകം 31-32 അധ്യായങ്ങളും, സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 33 തുടങ്ങി 35 വരെയുള്ള വാക്യങ്ങളും നമ്മൾ വായിക്കുന്നു. പൊത്തിഫറിന് വിൽക്കപ്പെട്ട ജോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യങ്ങളും സഹതടവുകാരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നതും ഇന്നേ ദിവസം നമ്മൾ വായിക്കുന്നു. ദൈവത്തിരുമുൻപിൽ ശുദ്ധിയുള്ളവനായി ജീവിച്ച ജോസഫ് നേരിട്ട പ്രതിസന്ധികളിൽ ജോസഫിനൊപ്പം ദൈവവും കൂടെ ഉണ്ടായിരുന്നു എന്ന സത്യം നമ്മൾ ഇന്നത്തെ വചനത്തിലൂടെ മനസ്സിലാക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം. ജോസഫും പൊത്തിഫറും. ജോസഫ് ഈജിപ്തിലേക്ക് നയിക്കപ്പെട്ടു. അവനെ അവിടേക്ക് കൊണ്ടുവന്ന ഇസ്മായേല്യരുടെ കൈകളിൽ നിന്ന് ഫറവോയുടെ ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫർ എന്ന ഈജിപ്തുകാരൻ അവനെ വാങ്ങി. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ഐശ്വര്യവാനായിരുന്നു. ഈജിപ്തുകാരനായ തൻ്റെ യജമാനൻ്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതെല്ലാം കർത്താവ് അവൻ്റെ കരം വഴി മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനൻ കണ്ടു. ജോസഫ് അയാളുടെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തി. അവൻ അയാളെ ശുശ്രൂഷിച്ചു. അയാൾ അവനെ തൻ്റെ ഭവനത്തിൻ്റെ മേൽ നിയോഗിക്കുകയും തനിക്കുള്ളതെല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ജോസഫിനെ ആ ഈജിപ്തുകാരൻ തൻ്റെ വീട്ടിലും തനിക്കുള്ള എല്ലാറ്റിന്മേലും ചുമതലപ്പെടുത്തിയപ്പോൾ മുതൽ അവനെ പ്രതി കർത്താവ് അയാളുടെ ഭവനത്തെ അനുഗ്രഹിച്ചു. അയാളുടെ വീട്ടിലും വയലിലുമായി അയാൾക്കുണ്ടായിരുന്ന എല്ലാറ്റിലും കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. അയാൾ തനിക്കുണ്ടായിരുന്നതെല്ലാം ജോസഫിൻ്റെ കയ്യിലാണ് വിട്ടുകൊടുത്തിരുന്നത്. താൻ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചല്ലാതെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊന്നിനെക്കുറിച്ചും അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. ജോസഫ് രൂപഭംഗിയുള്ളവനും കാഴ്ചയ്ക്ക് സുന്ദരനുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യ ജോസഫിൽ നോട്ടം വിട്ടു. അവൾ പറഞ്ഞു, എൻ്റെ കൂടെ ശയിക്കുക. പക്ഷേ അവൻ വഴങ്ങിയില്ല. അവൻ തൻ്റെ യജമാനൻ്റെ ഭാര്യയോട് പറഞ്ഞു, നോക്കൂ, ഞാനുള്ളതുകൊണ്ട് എൻ്റെ യജമാനൻ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല. അദ്ദേഹത്തിനുള്ളതെല്ലാം എൻ്റെ കയ്യിൽ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. നിങ്ങളെയല്ലാതെ മറ്റൊന്നും അദ്ദേഹം എന്നിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഈ വലിയ തിന്മ പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നത്? അനുദിനം അവൾ ജോസഫിനോട് ഇவ்விധം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അവളോടുകൂടെ ശയിക്കുന്നതിലോ അവളോടൊപ്പം ആയിരിക്കുന്നതിലോ അവൻ അവളെ അനുസരിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ തൻ്റെ ജോലി ചെയ്യാനായി വീട്ടിലേക്ക് വന്നു. വീട്ടുകാരും അവിടെ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ശയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചു. എന്നാൽ തൻ്റെ മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ പുറത്തേക്ക് ഓടിപ്പോയി. അവൻ്റെ കുപ്പായം തൻ്റെ കയ്യിൽ വിട്ടിട്ട് അവൻ പുറത്തേക്ക് ഓടിപ്പോയെന്ന് കണ്ടപ്പോൾ അവൾ തൻ്റെ ഭവനാംഗങ്ങളെ വിളിച്ച് അവരോട് പറഞ്ഞു, നോക്കൂ, നമ്മെ അപമാനിക്കാൻ ഒരു ഹെബ്രായനെ അദ്ദേഹം നമുക്കായി കൊണ്ടുവന്നിരിക്കുന്നു. എന്നോടൊത്ത് ശയിക്കാൻ അവൻ എന്നെ സമീപിച്ചു. എന്നാൽ ഞാൻ വലിയ സ്വരത്തിൽ അലറി. ഞാൻ സ്വരമുയർത്തുന്നതും അലറി വിളിക്കുന്നതും കേട്ടപ്പോൾ അവൻ തൻ്റെ മേലങ്കി എൻ്റെ അരികിൽ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് കടന്ന് രക്ഷപ്പെട്ടു. അവൻ്റെ യജമാനൻ വീട്ടിലേക്ക് വരുവോളം
അവൾ ആ കുപ്പായം തൻ്റെ പക്കൽ സൂക്ഷിച്ചു. അവൾ അവനോട് അതേ കാര്യങ്ങൾ ഇപ്രകാരം പറഞ്ഞു: അങ്ങ് നമുക്കായി കൊണ്ടുവന്ന ആ ഹെബ്രായ ദാസൻ എന്നോട് ശൃംഗരിക്കാൻ വന്നു. എന്നാൽ ഞാൻ സ്വരമുയർത്തുകയും അലറി വിളിക്കുകയും ചെയ്തപ്പോൾ അവൻ തൻ്റെ മേലങ്കി എൻ്റെ അരികിൽ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് ഓടിപ്പോയി. ഇപ്രകാരമുള്ള കാര്യങ്ങളാണ് അങ്ങയുടെ ദാസൻ എന്നോട് ചെയ്തത് എന്ന് ഭാര്യ തന്നോട് പറഞ്ഞ വാക്കുകൾ അവൻ്റെ യജമാനൻ കേട്ടപ്പോൾ അയാളുടെ കോപം ജ്വലിച്ചു. ജോസഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ തടവുകാരെ ബന്ധിച്ചിരുന്ന സ്ഥലത്ത് കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ അവിടെ കാരാഗ്രഹത്തിലായി. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. അവന് കാരാഗ്രഹാധിപൻ്റെ ദൃഷ്ടികളിൽ അവിടുന്ന് പ്രീതി നൽകുകയും ചെയ്തു. കാരാഗ്രഹത്തിലുണ്ടായിരുന്ന തടവുകാരെയെല്ലാം കാരാഗ്രഹാധിപൻ ജോസഫിൻ്റെ കയ്യിലേൽപ്പിച്ചു. അവിടെയുള്ള എല്ലാ തൊഴിലിടപാടുകളും അവനാണ് ചെയ്തിരുന്നത്. അവൻ കൈകാര്യം ചെയ്ത ഒന്നിനും കാരാഗ്രഹാധിപൻ്റെ മേൽനോട്ടം വേണ്ടി വന്നില്ല. കാരണം അവൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അവൻ ചെയ്യുന്നത് കർത്താവ് ശുഭമാക്കിയിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 40-ാം അധ്യായം. തടവുകാരുടെ സ്വപ്നങ്ങൾ. കുറച്ചുനാൾ കഴിഞ്ഞ് ഈജിപ്ത് രാജാവിൻ്റെ പാനപാത്രവാഹകനും പാചകക്കാരനും തങ്ങളുടെ യജമാനനായ ഈജിപ്ത് രാജാവിനെതിരെ തെറ്റ് ചെയ്തു. ഫറവോ തൻ്റെ 2 ഉദ്യോഗസ്ഥരോട് പാനപാത്രവാഹക പ്രമാണിയോടും പാചക പ്രമാണിയോടും കുപിതനായി. അദ്ദേഹം അവരെ കാവൽപ്പടനായകൻ്റെ വീട്ടിലെ തടങ്കലിൽ ജോസഫ് തടവിലാക്കപ്പെട്ടിരുന്ന ഇടമായ കാരാഗ്രഹത്തിലടച്ചു. കാവൽപ്പടനായകൻ ജോസഫിനെ അവരോടുകൂടെയാക്കി. അവൻ അവരെ പരിചരിച്ചു. ദിവസങ്ങളോളം അവർ തടങ്കലിലായിരുന്നു. കാരാഗ്രഹത്തിൽ തടവുകാരായിരുന്ന അവരിരുവരും ഈ ഈജിപ്ത് രാജാവിൻ്റെ പാനപാത്രവാഹകനും പാചകക്കാരനും ഒരു രാത്രിയിൽ അതതിൻ്റെ വ്യാഖ്യാനമുള്ള ഓരോരോ സ്വപ്നം കണ്ടു. ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്ന് അവരെ കണ്ടു. ഇതാ, അവർ വിഷാദമൂകരായിരുന്നു. തന്നോടൊപ്പം തൻ്റെ യജമാനൻ്റെ വീട്ടിൽ തടങ്കലിൽ കഴിയുന്നവരും ഫറവോയുടെ ഉദ്യോഗസ്ഥരുമായ അവരോട് അവൻ ഇപ്രകാരം ആരാഞ്ഞു: ഇന്നെന്താ നിങ്ങളുടെ മുഖം മ്ലാനമായിരിക്കുന്നത്? അവർ അവനോട് പറഞ്ഞു: ഞങ്ങൾ സ്വപ്നം കണ്ടു, അത് വ്യാഖ്യാനിക്കാൻ ആരുമില്ല. ജോസഫ് അവരോട് പറഞ്ഞു: വ്യാഖ്യാനങ്ങൾ ദൈവത്തിൻ്റേതല്ലേ, എന്നോട് വിവരിച്ചാലും. പാനപാത്രവാഹക പ്രമാണി തൻ്റെ സ്വപ്നം ജോസഫിനോട് വിവരിച്ചു. അയാൾ അവനോട് പറഞ്ഞു: എൻ്റെ സ്വപ്നത്തിൽ ഇതാ എൻ്റെ മുമ്പിൽ ഒരു മുന്തിരിച്ചെടിയിൽ 3 ശാഖകൾ. അത് മൊട്ടിട്ടയുടനെ പുഷ്പിച്ച് അതിൻ്റെ കുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായി. ഫറവോയുടെ പാനപാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴങ്ങളെടുത്ത് അവ ഫറവോയുടെ പാനപാത്രത്തിലേക്ക് പിഴിഞ്ഞു. എന്നിട്ട് പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു. ജോസഫ് അയാളോട് പറഞ്ഞു: അതിൻ്റെ വ്യാഖ്യാനം ഇതാണ്: 3 ശാഖകൾ 3 ദിവസങ്ങളാണ്. 3 ദിവസത്തിനകം ഫറവോ താങ്കളുടെ ശിരസ്സുയർത്തും, താങ്കളെ ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിക്കും. അദ്ദേഹത്തിൻ്റെ പാനപാത്രവാഹകനായിരുന്ന മുമ്പത്തെ രീതി അനുസരിച്ച് തന്നെ ഫറവോയുടെ പാനപാത്രം താങ്കൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കും. താങ്കൾക്ക് ശ്രേയസ്സുണ്ടാകുമ്പോൾ താങ്കളോടൊപ്പം എന്നെയും ഓർത്ത് എന്നോട് കാരുണ്യം കാണിച്ചാലും എന്നെപ്പറ്റി ഫറവോയെ ഓർമ്മിപ്പിക്കുകയും ഈ ഭവനത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്യണം. എന്തെന്നാൽ സത്യത്തിൽ ഹെബ്രായരുടെ നാട്ടിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ടവനാണ് ഞാൻ. ഇവിടെയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവരെന്നെ ഈ കുഴിയിൽ ഇട്ടിരിക്കുന്നത്. വ്യാഖ്യാനം നന്നായിരിക്കുന്നുവെന്ന് പാചകപ്രമാണി കണ്ടു. അയാൾ ജോസഫിനോട് പറഞ്ഞു: ഞാനും എൻ്റെ സ്വപ്നത്തിലായിരുന്നപ്പോൾ ഇതാ എൻ്റെ തലയിൽ 3 കുട്ട നിറയെ അപ്പം. ഏറ്റവും മുകളിലെ കുട്ടയിൽ പാചകക്കാരൻ ഫറവോയ്ക്കു വേണ്ടി തയ്യാറാക്കിയ എല്ലാത്തരം ഭക്ഷണവും ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ തലയിലെ കൊട്ടയിൽ നിന്ന് പക്ഷിക്കൂട്ടം അവ കൊത്തി തിന്നുകൊണ്ടിരുന്നു. അപ്പോൾ ജോസഫ് മറുപടിയായി പറഞ്ഞു: അതിൻ്റെ വ്യാഖ്യാനം ഇതാണ്: 3 കുട്ടകൾ 3 ദിവസം തന്നെ. 3 ദിവസത്തിനകം ഫറവോ നിന്റെ ശിരസ് നിന്റെ മേൽ നിന്ന് ഉയർത്തും, നിന്നെ മരത്തിൽ കെട്ടിത്തൂക്കും. പക്ഷിക്കൂട്ടം നിന്റെ മേൽ നിന്ന് നിന്റെ മാംസം തിന്നുകയും ചെയ്യും. 3-ാം ദിവസം ഫറവോയുടെ പിറന്നാളായിരുന്നു. തൻ്റെ എല്ലാ ദാസർക്കുമായി അദ്ദേഹം ഒരു വിരുന്നൊരുക്കി. പാനപാത്രവാഹകപ്രമാണിയുടെ ശിരസ്സും പാചകപ്രമാണിയുടെ ശിരസ്സും തൻ്റെ ദാസർക്കിടയിൽ അദ്ദേഹം ഉയർത്തി. പാനപാത്രവാഹകപ്രമാണിയെ തൻ്റെ പാനപാത്രവാഹക സ്ഥാനത്ത് അദ്ദേഹം തിരികെ നിയമിച്ചു. അയാൾ പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു. എന്നാൽ പാചകപ്രമാണിയെ അദ്ദേഹം തൂക്കിക്കൊന്നു.
അത് ജോസഫ് അവരോട് വ്യാഖ്യാനിച്ചതുപോലെ തന്നെയായിരുന്നു. എന്നാൽ പാനപാത്രവാഹക പ്രമാണി ജോസഫിനെ ഓർമ്മിച്ചില്ല. അയാൾ അവനെ മറന്നുകളഞ്ഞു. ജോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം. ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയിൽ ശ്രദ്ധിക്കും? അപ്പോൾ ഉന്നതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഓഹരി എന്തായിരിക്കും? അത്യുന്നതങ്ങളിൽ നിന്ന് സർവശക്തൻ്റെ അവകാശവും. അധർമ്മിക്ക് കഷ്ടതയും അക്രമം പ്രവർത്തിക്കുന്നവന് വിനാശവുമല്ലേ. അവിടുന്നല്ലേ എൻ്റെ മാർഗങ്ങൾ കാണുന്നത്, എൻ്റെ കാലടികളെല്ലാം എണ്ണുന്നതും. ഞാൻ കപടതയോടെ വ്യാപരിക്കുകയും എൻ്റെ പാദം വഞ്ചനയ്ക്കായി തിടുക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ നീതിയുടെ ത്രാസിൽ തൂക്കി നോക്കി എൻ്റെ സമഗ്രത മനസ്സിലാക്കട്ടെ. എൻ്റെ ചുവട് വഴിയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ കണ്ണുകൾക്ക് പിമ്പെ എൻ്റെ ഹൃദയം നടന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ കരങ്ങളിൽ കളങ്കം ഒട്ടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ വിതയ്ക്കുകയും അന്യൻ അനുഭവിക്കുകയും ചെയ്യട്ടെ. എൻ്റെ വിളകൾ വേരറ്റു പോകട്ടെ. എൻ്റെ ഹൃദയം സ്ത്രീക്ക് വേണ്ടി തുറന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ അയൽക്കാരൻ്റെ വാതിൽക്കൽ പതിയിരുന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭാര്യ അന്യനു വേണ്ടി ധാന്യം പൊടിക്കട്ടെ. അന്യർ അവളുടെ മേൽ കുനിയട്ടെ. എന്തെന്നാൽ അത് ദുർവൃത്തിയായിരുന്നു, തീർപ്പ് കൽപ്പിക്കേണ്ട അകൃത്യം. എന്തെന്നാൽ അബദോൻ വരെ ദഹിപ്പിക്കുന്ന അഗ്നിയാണത്. എൻ്റെ വിഭവം മുഴുവൻ അത് നിർമൂലമാക്കും. ഞാനുമായുള്ള അവരുടെ പരാതിയിൽ എൻ്റെ ദാസനോ ദാസിക്കോ ഞാൻ ന്യായം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? അവിടുന്ന് വിചാരണ ചെയ്യുമ്പോൾ അവിടുത്തോട് ഞാൻ എന്തു പ്രതികരിക്കും? മാതൃഗർഭത്തിൽ എന്നെ ഉളവാക്കിയവൻ തന്നെയല്ലേ അവനെയും ഉളവാക്കിയത്? ഞങ്ങളെ ഗർഭപാത്രത്തിൽ ഉറപ്പിച്ചത് ഒരുവൻ തന്നെ. പാപങ്ങളുടെ ആഗ്രഹത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുകയോ വിധവയുടെ കണ്ണുകൾ ഞാൻ ക്ഷയിപ്പിക്കുകയോ എൻ്റെ അപ്പക്കഷ്ണം ഞാൻ തനിയെ ഭക്ഷിക്കുകയോ അനാഥൻ അതിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചെറുപ്പം മുതലേ ഒരു പിതാവിനെ പോലെ ഞാൻ അവനെ വളർത്തിയിട്ടുണ്ടല്ലോ. എൻ്റെ മാതൃഗർഭം മുതലേ അവളെ ഞാൻ വഴി നടത്തിയിട്ടുമുണ്ടല്ലോ. വസ്ത്രമില്ലാതെ നശിക്കുന്നവനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, ദരിദ്രന് പുതപ്പില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ആടുകളുടെ കമ്പിളിയിൽ നിന്നുള്ള ചൂടനുഭവിച്ച് അവൻ്റെ അരക്കെട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ, കവാടത്തിങ്കൽ എനിക്ക് സഹായമുണ്ടെന്ന് കണ്ട് അനാഥർക്കെതിരെ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, തോളിൽ നിന്ന് എൻ്റെ തോൾപ്പലക വീണുപോകട്ടെ. എൻ്റെ കരം അതിൻ്റെ കുഴിയിൽ പൊട്ടിപ്പോകട്ടെ. കാരണം ദൈവത്തിൽ നിന്നുള്ള കഷ്ടത എനിക്ക് ഭീതിയായിരുന്നു. അവിടുത്തെ ഔന്നത്യം മൂലം എനിക്കൊന്നും കഴിയുമായിരുന്നില്ല. സ്വർണം എൻ്റെ ആശ്രയമായി ഞാൻ വെച്ചിരുന്നെങ്കിൽ, എൻ്റെ പ്രത്യാശ എന്ന് തങ്കത്തോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ സമ്പത്ത് വലുതായിരുന്നതുകൊണ്ടോ എൻ്റെ കൈ ഏറെ ധനം നേടിയതുകൊണ്ടോ ഞാൻ ആനന്ദിച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ തേജസ്വിയായി നീങ്ങുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എൻ്റെ കരം അവയ്ക്ക് അധരചുംബനമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും എൻ്റെ വിധി തീർപ്പിനുള്ള അകൃത്യമാകുമായിരുന്നു. ഉന്നതനായ ദൈവത്തെ ഞാൻ തിരസ്കരിക്കുകയായിരുന്നല്ലോ. എന്നെ വെറുക്കുന്നവൻ്റെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ, അവനെ അനർത്ഥം പിടികൂടിയപ്പോൾ ഞാൻ ആഹ്ലാദിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ജീവനെ ഒരു ശബ്ദം വഴി ആവശ്യപ്പെട്ട് പാപം ചെയ്യാൻ ഞാൻ എൻ്റെ കണ്ടത്തെ അനുവദിച്ചിട്ടില്ലല്ലോ. അവൻ്റെ മാംസത്തിൽ നിന്ന് തൃപ്തിയടയാത്ത ഒരാളുമില്ല എന്ന് എൻ്റെ കൂടാരത്തിലെ ആണുങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, പ്രവാസി തെരുവിൽ പാർക്കേണ്ടി വന്നിട്ടില്ലല്ലോ. വഴിപോക്കിന് ഞാൻ എൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തിട്ടുണ്ടല്ലോ. എൻ്റെ അകൃത്യം എൻ്റെ നെഞ്ചിൽ ഒളിപ്പിക്കാനായി ഒരു മനുഷ്യനെ പോലെ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ മറച്ചുവെങ്കിൽ, ഏറെ ബഹളം ഞാൻ ഭയപ്പെട്ടിരുന്നല്ലോ. കുടുംബക്കാരുടെ അവജ്ഞ എന്നെ വിസ്മയിപ്പിക്കുകയും ഞാൻ മൗനം അവലംബിച്ച് വാതിലിന് പുറത്ത് ഇറങ്ങാതിരിക്കുകയും ചെയ്തല്ലോ. ആരെങ്കിലും എന്നെ ശ്രവിക്കാൻ ഇടയായിരുന്നെങ്കിൽ. ഇതാ എൻ്റെ കയ്യൊപ്പ്. സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ. പക്ഷേ എൻ്റെ കുറ്റാരോപകൻ രേഖ ചമച്ചിരിക്കുന്നു. നിശ്ചയമായും ഞാനത് എൻ്റെ തോളിൽ വഹിക്കും. കിരീടങ്ങളായി ഞാനത് എന്നോട് ചേർക്കും. എൻ്റെ വ്യാപാരത്തിൻ്റെ കണക്ക് ഞാൻ അവിടുത്തെ ബോധിപ്പിക്കും. നായകനെപ്പോലെ ഞാൻ അവിടുത്തെ സമീപിക്കും. എൻ്റെ നിലം എനിക്കെതിരായി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ,
അതിലെ ഉഴവുചാലുകൾ ഒന്നായി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഉൽപ്പന്നം വില കൊടുക്കാതെ ഞാൻ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഉടമസ്ഥരുടെ ജീവൻ ഞാൻ അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഗോതമ്പിന് പകരം മുൾച്ചെടിയും യവത്തിനു പകരം കള്ളിച്ചെടിയും പുറപ്പെടട്ടെ. ജോബിൻ്റെ വാക്കുകൾ സമാപിച്ചു. ജോബിൻ്റെ പുസ്തകം 32-ാം അധ്യായം. എലീഹു കുപിതനായി അരങ്ങത്ത്. സ്വന്തം ദൃഷ്ടികളിൽ ജോബ് നീതിമാനായിരുന്നതിനാൽ ആ മൂന്നാളുകളും അവനോട് പ്രത്യുത്തരിക്കുന്നതിൽ നിന്ന് പിന്മാറി. അപ്പോൾ റാം കുടുംബത്തിൽപ്പെട്ട പൂസിയായ ബറഗേലിൻ്റെ പുത്രൻ എലീഹു കോപിഷ്ഠനായി. ജോബ് ദൈവത്തേക്കാൾ തന്നെ ന്യായീകരിച്ചതുകൊണ്ട് അവന് നേരെ അയാളുടെ കോപം ജ്വലിച്ചു. ജോബിനെ തെറ്റുകാരനാക്കിയെങ്കിലും പ്രതിവാദം കണ്ടുപിടിക്കാതിരുന്നതുകൊണ്ട് തൻ്റെ 3 സ്നേഹിതർക്ക് നേരെ അയാൾ കോപിച്ചു. അവർ തന്നേക്കാൾ പ്രായമേറിയവരായതുകൊണ്ട് എലീഹു വാക്കുകളുമായി ജോബിനെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അവർ 3 പേരുടെയും വായിൽ പ്രതിവാദം ഇല്ലാതിരുന്നതുകൊണ്ടാണ് എലീഹു കുപിതനായത്. എലീഹുവിൻ്റെ 1-ാം പ്രഭാഷണം. ബൂസിയായ ബറഗാലിൻ്റെ പുത്രൻ എലീഹു മറുപടിയായി പറഞ്ഞു, ഞാൻ പ്രായത്തിൽ ചെറുപ്പമാണ്, നിങ്ങളോ പ്രായം കൂടിയവരും. അതിനാൽ എൻ്റെ അറിവ് നിങ്ങളോട് പ്രകടിപ്പിക്കാൻ എനിക്ക് ഭയവും സങ്കോചവുമായിരുന്നു. പ്രായമുള്ളവർ സംസാരിക്കട്ടെ, വയോധികർ ജ്ഞാനമറിയിക്കട്ടെ എന്ന് ഞാൻ സ്വഗതം ചെയ്തു. തീർച്ചയായും മർത്തിനിൽ അവൾ ചൈതന്യമാണ്. അവൾ അവരെ ഉദ്ബോധിപ്പിക്കുന്നത് സർവശക്തൻ്റെ നിശ്വാസമാണ്. മുതിർന്നവർ ജ്ഞാനികളാകണമെന്നില്ല, വൃദ്ധർ ന്യായമറിയണമെന്നുമില്ല. അതിനാൽ ഞാൻ പറയുന്നു, എന്നെ ശ്രവിച്ചാലും. ഞാനും എൻ്റെ അറിവ് പ്രകടിപ്പിക്കട്ടെ. നോക്കൂ, നിങ്ങൾ വചസ്സുകൾ പരതിക്കൊണ്ടിരിക്കെ ഞാൻ നിങ്ങളുടെ വാക്കുകൾക്കായി കാത്തിരുന്നു. നിങ്ങളുടെ ഉദ്ബോധനങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധ തിരിച്ചു. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. കണ്ടോ, ജോബിൻ്റെ വാക്കുകൾക്ക് മറുപടി കൊടുത്ത് അവനെ ഖണ്ഡിക്കുന്നവനായി നിങ്ങളിൽ നിന്ന് ആരുമില്ലായിരുന്നു. ഞങ്ങൾ ജ്ഞാനം കണ്ടെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി അവനെ തോൽപ്പിക്കുന്നത് ആരെങ്കിലുമല്ല, ദൈവമായിരിക്കും. അവൻ എനിക്കെതിരെ വചസ്സുകൾ നിരത്തിയിട്ടില്ലെന്നിരിക്കെ നിങ്ങളുടെ വാക്കുകളാൽ ഞാൻ അവനെ പ്രതിരോധിക്കുകയില്ല. അവരാകട്ടെ പതറിപ്പോയി. ഇനിമേൽ അവർ ഉത്തരം പറയുകയില്ല. അവരിൽ നിന്ന് ഭാഷണങ്ങൾ ഉതിരുകയുമില്ല. അവർ സംസാരിക്കാത്തതുകൊണ്ടും ഇനിയും മറുപടിയൊന്നും നൽകാതെ നിൽക്കുന്നതുകൊണ്ടും ഞാൻ കാത്തിരിക്കുകയാണ്. ഞാനും എൻ്റെ വീതം മറുപടി നൽകും. ഞാനും എൻ്റെ അറിവ് പ്രകടിപ്പിക്കും. എന്തെന്നാൽ ഞാൻ വചസ്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ആന്തരിക ചൈതന്യം എന്നെ നിർബന്ധിക്കുന്നു. ഇതാ, എൻ്റെ അന്തരംഗം തുറക്കപ്പെടാത്ത വീഞ്ഞു പോലെയാണ്, പൊട്ടാറായ പുതിയ തോൽക്കുടങ്ങൾ പോലെയാണ്. എനിക്ക് സംസാരിക്കണം, എന്നാലേ എനിക്ക് ആശ്വാസം ലഭിക്കും. എൻ്റെ അധരങ്ങൾ തുറന്ന് ഞാൻ മറുപടി പറയട്ടെ. ഞാൻ ആരോടും പക്ഷപാതം കാണിക്കാതിരിക്കട്ടെ. മനുഷ്യന് നേർക്ക് ഞാൻ സമ്പൂജ്യ സംബോധന ചെയ്യാതിരിക്കട്ടെ. സമ്പൂജ്യ സംബോധന ചെയ്യാൻ എനിക്കറിഞ്ഞുകൂടല്ലോ. എൻ്റെ സൃഷ്ടാവ് എന്നെ വേഗം എടുത്തു മാറ്റാതിരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ദുഷ്ടൻ്റെ ഭവനത്തിന്മേൽ കർത്താവിൻ്റെ ശാപം, എന്നാൽ നീതിമാന്മാരുടെ പാർപ്പിടം അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പരിഹാസകർക്ക് അവിടുന്ന് പരിഹസിക്കുന്നവനാണെങ്കിലും വിനീതർക്ക് അവിടുന്ന് ഔദാര്യം സമ്മാനിക്കുന്നു. ജ്ഞാനികൾ ബഹുമതി അവകാശപ്പെടുത്തും, അവമതി ഉയർത്തുന്നവർ ഭോഷർ. Don't wanna